ഗിരിനിരകൾ കുച്ചിയിലൊരു മൂവർണ്ണക്കൊടി പാറുന്നേ. നമസ്കാരം. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ കേരള യുവജന സമ്മേളനത്തോടനുബന്ധിച്ച് കളമശ്ശേരി സോണിൽ നിന്ന് യുവസ് സ്പന്ദനം കളമശ്ശേരി സോണിലെ മലയത്തേക്കാവ് മക്കാമിൽ നിന്നും ആരംഭിച്ച് വൈകുന്നേരത്തോടെ കുഞ്ഞുണ്ണിക്കര മനാർ ജംഗ്ഷനിൽ സമാപിച്ചു. ഫ്ളാഗ് ഓഫ് കർമ്മം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി ഹൈദ്രോസാജി, ജാഥ ക്യാപ്റ്റൻ TP അലി അസരിക്ക് പതാക കൈമാറി നിർവഹിച്ചു. ജില്ലാ സോൺ നേതാക്കളായ സുലൈമാൻ കൊളോട്ടിമൂല, അസീസ് മഞ്ഞുമൽ, അബ്ദുൽ ജബ്ബാർ സക്കാഫി, ഡോക്ടർ AB അലിയാർ, മുഹമ്മദ് കുഞ്ഞ് മണക്കാടൻ, സക്കീർ ഹുസൈൻ TP, അൻസാർ മഞ്ഞുമൽ, റിയാസ് സക്കാഫി, ഷാനവാസ് വടക്കേപ്പുറം, ജലാൽ മുപ്പത്തരം, ഷിഫാസ് കുഞ്ഞുണ്ണിക്കര, എരമം ഇബ്രാഹിം ഹാജി, ഷഫീഖ് PL, സക്കീർ ഹുസൈൻ, റിട്ടയർഡ് SI കബീർ കൂനന്തൈ, ഹസൈനാർ എരമം, മുഹമ്മദ് കുഞ്ഞ് മണക്കാടൻ, നാസർ കുപ്പശ്ശേരി, PB അലി ഹാജി, സത്താർ മുപ്പത്തരം, സലാം ചങ്ങമ്പുഴ, ഷമീർ മദകപ്പള്ളി, വിവിധ സർക്കിൾ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. SVS ജില്ലാ പ്രസിഡന്റ് KSM ഷാജാൻ സക്കാഫി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആഘോഷിക്കുകയാണ്. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രൗഢമായ പ്രമേയമാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. ഇതിനകം സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന നേതൃത്വം നടത്തിയ മാനവ സഞ്ചാരം കേരള ജാതിമത ഭേദമന്യേ സ്വീകരിക്കുകയും ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയം എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്ത വളരെ സന്തോഷകരമായ സാഹചര്യത്തിലാണുള്ളത്. അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കുകയും ചെയ്യുന്ന കാലിക സാഹചര്യത്തിൽ ഓരോ വ്യക്തിയും തന്നോടും തന്റെ കുടുംബത്തോടും അയൽവാസികളോടും സമൂഹത്തോടും സമുദായത്തോടും രാജ്യത്തോടും മനുഷ്യേതര ജീവജാലങ്ങളോടെല്ലാം നിർവഹിക്കേണ്ട കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചാൽ നന്മയും സമാധാനവും കളിയാടും എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ കൃത്യതയില്ലാതെ വരുമ്പോഴാണ് കലുഷതയും അതുപോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സൗഹാർദ്ദത്തിന് കേളികേട്ട മണ്ണാണ് ഇന്ത്യ മഹാരാജ്യം. നമ്മുടെ പൂർവികർ ഇന്ത്യ മഹാരാജ്യത്തെ കെട്ടിപ്പടുത്തത് അത് യൂണിറ്റി, നാനാജാതി മതസ്ഥരും വർണ്ണങ്ങളിലും വർഗത്തിലുമുള്ളവർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, അവരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച് ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത രാഷ്ട്രപിതാവ് മഹാനാകുന്ന ഗാന്ധിജി അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ഡൽഹിയിൽ ചെല്ലുന്ന സമയത്ത് ബിർള ഹൗസ് അദ്ദേഹത്തിന് പ്രത്യേകമായി വിശ്രമിക്കുന്നതിന് അവസരമുണ്ടായിരുന്നുവെങ്കിലും ഗാന്ധിജി തെരഞ്ഞെടുത്തിരുന്നത് അലി സഹോദരന്മാരുടെ വീടായിരുന്നു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം കാരണം രാഷ്ട്രത്തിന്റെ പുരോഗതിയും നാടിന്റെ വികസനവും സമൂഹത്തിന്റെ മുന്നേറ്റവും സമാധാനപരമായ ജീവിതവും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ അവകാശങ്ങൾ നിലനിർത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെങ്കിൽ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആളുകളും രാഷ്ട്രീയത്തെ അറിയണം, രാഷ്ട്രീയത്തെ പറ്റി ചർച്ച ചെയ്യണം, രാഷ്ട്രീയത്തിന്റെ വിവിധങ്ങളായ ലക്ഷ്യങ്ങളെ പറ്റി ബോധമുള്ളവരാകണം. ആ ബോധമുള്ളവരാകുക എന്ന ലക്ഷ്യപൂർത്തീകരണത്തിനാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്ന് പറയുന്നത്. അത് ആരാധനാലയങ്ങളിൽ പാടില്ലെന്ന് പറയുന്നവർ എന്തോ ചിലത് ഭയക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേസമയം കക്ഷി രാഷ്ട്രീയം എന്നുള്ളത് വ്യത്യസ്തമാണ്. അധികാരത്തിന്റെ അപ്പഘട്ടങ്ങളിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി അനീതിയും അക്രമവും കൊള്ളയും കൊള്ളിമൊതുവും കൊള്ളരുതായ്മയും അതിനെ തിരിച്ചു പിടിക്കുകയാണ് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് സംബന്ധമായി കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.